നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിവർപൂളിന്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പ് ക്ലബിലെ തന്റെ കരിയർ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ സീസൺ അവസാനിക്കുന്നതോടുകൂടി ലിവർപൂളിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും താൻ പടിയിറങ്ങും എന്നുള്ള കാര്യം ക്ലോപ്പ് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 9 വർഷക്കാലമാണ് അദ്ദേഹം ലിവർപൂളിന്റെ പരിശീലകനായിക്കൊണ്ട് തുടർന്നത്. സാധ്യമായ നേട്ടങ്ങൾ എല്ലാം തന്നെ ഇക്കാലയളവിൽ ലിവർപൂളിന് നേടിക്കൊടുക്കാൻ ഈ ഒരു പരിശീലകന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സീസണിന് ശേഷം ഒരു വർഷത്തേക്ക് ബ്രേക്ക് എടുക്കാനാണ് നിലവിൽ യുർഗൻ ക്ലോപ്പിന്റെ പ്ലാനുകൾ. അദ്ദേഹം പരിശീലക സ്ഥാനത്തേക്ക് തിരിച്ചെത്തുക ഒരു വർഷത്തിന് ശേഷമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇദ്ദേഹത്തെ ജർമ്മൻ ദേശീയ ടീമിന്റെ പരിശീലകനാക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. DFBയുടെ വൈസ് പ്രസിഡന്റ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ വർഷത്തെ യൂറോ കപ്പിന് ശേഷം അടുത്ത 2026 വേൾഡ് കപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും ക്ലോപ്പിനെ അവർ പരിഗണിക്കുക. വൈസ് പ്രസിഡന്റ് സിമ്മർമാന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: യുർഗൻ ക്ലോപ്പ് ഒരു അസാധാരണമായ പരിശീലകനാണ്, അക്കാര്യത്തിൽ സംശയങ്ങൾക്ക് പോലും ഇടമില്ല. അതുപോലെ തന്നെ ജർമ്മൻ ദേശീയ ടീമിന്റെ കാൻഡിഡേറ്റുകളിൽ ഒന്നാണ് അദ്ദേഹം, ആ കാര്യത്തിലും ആർക്കും സംശയം വേണ്ട. വരുന്ന യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന് ശേഷം ദേശീയ ടീമിന്റെ പരിശീലകനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ക്ലോപ്പിനെയും മറ്റു ചിലരെയും ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്. ഇതാണ് ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ക്ലോപ്പ് ഫ്രീ ഏജന്റ് ആവുന്നതോടുകൂടി നിരവധി റൂമറുകൾ പുറത്തേക്ക് വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പല പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്കും ദേശീയ ടീമുകൾക്കും അദ്ദേഹത്തെ പരിശീലകനാക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു സീസണിന് ശേഷം അദ്ദേഹം തന്റെ തീരുമാനം മാറ്റുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.